നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ന്യൂമാറ്റിക് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്, എന്തോരു ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ്, എന്തോരു വർക്ക് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് വർക്ക് നടത്തണം എന്നുണ്ടെങ്കിലും നമുക്ക് ആക്ച്വേറ്ററിൻ്റെ സഹായം വേണം. അത്തരം ആക്ച്വേറ്റേഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത്തരം ഒരു ആക്ച്വേറ്ററാണ് എയർ സിലിണ്ടർ. അപ്പോൾ നമുക്കൊരു ടൈപ്പ് ഓഫ് എയർ സിലിണ്ടേഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു 4 ടൈപ്പ് ഓഫ് എയർ സിലിണ്ടേഴ്സാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ആക്ച്വേറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് സംശയമില്ല എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കറിയാം ഈ കംപ്രസ്ഡ് എയറിൻ്റെ പ്രത്യേകത, അതിലൊരു എനർജി ഉണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അല്ലേ? ഈ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്രസ്ഡ് എയർ നമ്മുടെ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. അത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോഴ്സിലേക്ക്, നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്കിലേക്ക് അത് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഉപകരണത്തിൻ്റെ സഹായം വേണം. അത്തരം ഉപകരണങ്ങൾ നമുക്ക് ആക്ച്വേറ്റേഴ്സ് എന്ന് സിംപ്ലി മനസ്സിലാക്കാം. ഓക്കെ, അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ അല്ല സംസാരിക്കുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എയർ സിലിണ്ടേഴ്സ് എന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തെ ഒരു എയർ സിലിണ്ടറാണ് സിംഗിൾ ആക്ടിങ് സിലിണ്ടർ. ഈ സിലിണ്ടർ എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമുക്ക് ഐസി എഞ്ചിൻസ് പഠിച്ച ഒരാളായതുകൊണ്ട് സിലിണ്ടർ ആൻഡ് പിസ്റ്റൺ അസംബ്ലി ആയിരിക്കും. പുറത്തൊരു സിലിണ്ടർ ഉണ്ട്, ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. സിംഗിൾ ആക്ടിങ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പിസ്റ്റൻ്റെ ഒരു സൈഡിൽ മാത്രമായിരിക്കും കംപ്രസർ എയർ ആക്ട് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നുണ്ടാവുക. അതായത് ഇതൊരു പിസ്റ്റനാണ്, പിസ്റ്റൻ്റെ 2 സൈഡാണ്, ഇതൊരു സൈഡാണ്, ഇതൊരു സൈഡാണ്. ഈ 2 സൈഡിലും കംപ്രസർ എയർ വന്ന് തട്ടൂല, അല്ലെങ്കിൽ ടച്ച് ചെയ്യൂല, അല്ലെങ്കിൽ ആക്ട് ചെയ്യൂല. ഏത് സൈഡിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ? ഒരു സൈഡിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് സിംഗിൾ ആക്ടിങ് സിലിണ്ടർ. അപ്പോൾ സിംഗിൾ ആക്ടിങ് എന്നുള്ള വാക്കുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി. നമുക്ക് ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്കൊന്ന് പോകാം. ഇവിടെ ഒരു പ്രഷർ പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു വെൻറ്റ് പോർട്ട് ഉണ്ട്. വെൻറ്റ് പോർട്ട് ഒന്നിനുമല്ല, ഇവിടെ അതായത് ഈ പിസ്റ്റൻ്റെ റൈറ്റ് സൈഡിൽ ഈ സ്പ്രിങ് നിൽക്കുന്ന ഈ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ എയർ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എയർ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകാനുള്ള ഒരു വെൻറ്റ് പോർട്ടാണത്. ഓക്കെ, അപ്പോൾ അതാണ് നിൽക്കട്ടെ. നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രഷർ പോർട്ട് ഉണ്ട്. ഇതൊരു പിസ്റ്റനാണ്. പിസ്റ്റൻ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ ഇത് കണക്റ്റിംഗ് റോഡാണ് അല്ലേ, റോഡാണിത്. ഈ റോഡിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. പിസ്റ്റൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ റോഡ് എന്ത് ചെയ്യും? പുറത്തേക്ക് ഇങ്ങനെ വരും. നമുക്ക് അതിന് എക്സ്റ്റൻഷൻ സ്ട്രോക്ക് എന്ന് പറയാം. ആ സമയത്ത് സ്പ്രിങ് എന്ത് ചെയ്യും? സ്പ്രിങ് കംപ്രസ് ചെയ്യും, ചുരുങ്ങും. ഇവിടുത്തെ ഈ പ്രഷർ പോർട്ടിലൂടെ കംപ്രസ്ഡ് എയർ ഇങ്ങനെ വരികയാണെങ്കിൽ പിസ്റ്റൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. ഇവിടെ പ്രഷറിൻ്റെ കണക്ഷൻ ഇല്ല എന്ന് വിചാരിച്ചോ. അതായത് പ്രഷർ പോർട്ടിലൂടെ കംപ്രസ്ഡ് എയർ, പ്രഷറുള്ള എയർ അല്ല വരുന്നതെങ്കിൽ പ്രഷർ ഇല്ലാത്ത എയർ ആണെന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു പോർട്ടിൻ്റെ കണക്ഷൻ ഒഴിവാക്കി, കംപ്രസ്ഡ് എയറിൽ നിന്നുള്ള വരവ് ഒഴിവാക്കിയാൽ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? സ്പ്രിങ് ചുരുങ്ങി നിൽക്കുന്ന സ്പ്രിങ് പിസ്റ്റനെ തിരിച്ച് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും. അതാണ് റിട്ടേൺ സ്ട്രോക്ക് ബൈ സ്പ്രിങ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്താണ്? ഇതൊരു പിസ്റ്റനാണ്, ഇവിടെ പ്രഷർ പോർട്ട് ഉണ്ട്. പ്രഷർ പോർട്ടിലൂടെ കംപ്രസ്ഡ് എയർ എവിടെ കയറും? ഈ പിസ്റ്റൻ്റെ ഈ സൈഡിലേക്ക് കയറും. സിംഗിൾ ആക്ടിങ് ആണ്, ഒരിക്കലും ഈ സൈഡിൽ വരില്ല. ഈ സൈഡിൽ കയറി കഴിഞ്ഞാൽ കംപ്രസ്ഡ് എയറിൻ്റെ ഫോഴ്സ് മുഖാന്തരം ഈ കംപ്രസ്ഡ് എയറിൻ്റെ പ്രഷർ ഫോഴ്സാക്കി ജനറേറ്റ് ചെയ്യും ഈ പിസ്റ്റൻ്റെ സഹായത്തോട് കൂടിയിട്ട്. അപ്പോൾ പിസ്റ്റൻ എന്ത് ചെയ്യും? ഈ പിസ്റ്റൻ്റെ മുകളിൽ ആ ഫോഴ്സ് വന്ന് അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ പിസ്റ്റൻ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആക്ച്വേറ്റർ ഈ ഒരു കണക്റ്റിംഗ് റോഡും പുറത്തേക്ക് മൂവ് ചെയ്യും. ഒരു ലീനിയർ മോഷൻ നമുക്കിവിടെ ലഭിക്കും. ഈ ലീനിയർ മോഷൻ നമുക്ക് എന്ത് ആവശ്യങ്ങളാണ് നിറവേറ്റേണ്ടത് ആ ആവശ്യങ്ങളോടെ നിറവേറ്റാം. ഓക്കെ, അപ്പോൾ പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇവിടുത്തെ പ്രഷർ ഒഴിവായി എന്ന് വിചാരിച്ചോ. പ്രഷർ ഒഴിവായി കഴിഞ്ഞാൽ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? പിസ്റ്റനെ പഴയ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടുള്ള ഇതിനെ നമുക്ക് എക്സ്റ്റൻഷൻ സ്ട്രോക്ക് എന്നും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഇതിനെ റിട്ടേൺ സ്ട്രോക്ക് എന്നും പറയാം. ഈ എക്സ്റ്റൻഷൻ സ്ട്രോക്ക് സംഭവിക്കുന്നത് കംപ്രസ്ഡ് എയറിൻ്റെ സഹായത്തിലാണ്, എന്നാൽ റിട്ടേൺ സ്ട്രോക്ക് സംഭവിക്കുന്നത് സ്പ്രിങ്ങിൻ്റെ സഹായത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ സിംഗിൾ ആക്ടിങ് സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഹൈ ഫോഴ്സ് ആപ്ലിക്കേഷനിലൊന്നും അല്ലെങ്കിൽ ഹൈ ലോഡ് ആപ്ലിക്കേഷൻസിലൊന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ലൈറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലൊക്കെയാണ് ഉപയോഗിക്കാറ്? സിംഗിൾ ആക്ടിങ് സിലിണ്ടർ ഉപയോഗിക്കാറ്. ഇതിൻ്റെ ഏറ്റവും മെച്ചെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു ഫെയിലിയർ ഉണ്ടായി, ഈ സിസ്റ്റത്തിൽ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ഇതുവഴി കംപ്രസ്ഡ് എയർ വരില്ല. കംപ്രസ്ഡ് എയർ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? പഴയ പൊസിഷനിൽ വന്ന് നോക്കും. ആരുടെ സഹായത്തോട് കൂടിയിട്ട്? സ്പ്രിങ്ങിൻ്റെ സഹായത്തോട് കൂടിയിട്ട്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആക്ച്വലി സിംഗിൾ ആക്ടിങ് സിലിണ്ടറിനുണ്ട്. ഇത് ഡബിൾ ആക്ടിങ് സിലിണ്ടറാണ്. നമ്മൾ ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പൊക്കെ മനസ്സിലാക്കിയതാണ് അല്ലേ? അത് ഇതേപോലെ സിലിണ്ടറും പിസ്റ്റണൊക്കെ ഉള്ള ഒരു രീതി തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൽ
നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഓൾറെഡി ഡബിൾ ആക്ടിങ് സിലിണ്ടേഴ്സിനെ സംബന്ധിച്ച് ഹൈഡ്രോളിക്സിലൊക്കെ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇതിൽ നോക്കാം, ഇതൊരു സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ സെൻറ്ററിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. സിലിണ്ടറിൻ്റെ സെൻറ്ററിൽ എന്തുണ്ട്? ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റണിൽ ഇവിടെയും കണക്റ്റിംഗ് റോഡ് ഉണ്ട്, ഇവിടെയും കണക്റ്റിംഗ് റോഡ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു കണക്റ്റിംഗ് റോഡ് ആണെങ്കിലും വിഷയമല്ല. ഓക്കെ, ഇനി ഈ കണക്റ്റിംഗ് റോഡ് ഇല്ല എന്ന് വിചാരിച്ചോ, നോ പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഒരു പോർട്ടുണ്ട്, ഇവിടെ ഒരു പോർട്ടുണ്ട്. നമുക്ക് ഈ പോർട്ട് വഴി കംപ്രസ്ഡ് എയർ കയറി കഴിഞ്ഞാൽ കംപ്രസ്ഡ് എയർ ഈ പിസ്റ്റനെ ലെഫ്റ്റിലേക്ക് പുഷ് ചെയ്യും. ആ സമയത്ത് ഈ സൈഡിൽ ഡബിൾ ആക്ടിങ് ആണ്. നമുക്കറിയാം, രണ്ട് സൈഡിലും കംപ്രസ്ഡ് എയർ ആക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ സൈഡിലെ കംപ്രസർ ഇതുവഴി എയർ കയറി കഴിഞ്ഞാൽ ഇവിടെ എയർ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ എയർ പാർട്ടിക്കിൾസ് ഈ പോർട്ട് വഴി പുറത്തേക്ക് പോകും. പിസ്റ്റൺ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും അല്ലേ? ആ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ റോഡ് പുറത്തേക്ക് വരും, ഈ റോഡ് ഉള്ളിലേക്ക് വലിയും. ഈ റോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റോഡ് മാത്രമാണെങ്കിൽ ഈ റോഡ് ഉള്ളിലേക്ക് വലിയും. ഈ റോഡ് ഇല്ല, ഈ റോഡ് മാത്രമാണെങ്കിൽ ഈ റോഡ് എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ഇപ്പോൾ രണ്ട് റോഡും കണക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് രണ്ട് റോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. സിംഗിൾ റോഡാണെങ്കിലും എന്തില്ല, ഇഷ്യൂസ് ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കണക്ഷൻ മാറ്റുകയാണ്. ഈ പോർട്ടിലൂടെ കംപ്രസർ എയർ പോകുന്നതിന് പകരം ഈ പോർട്ടിലൂടെ കംപ്രസർ എയർ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? റൈറ്റ് സൈഡിലേക്കായിരിക്കും. ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഫോഴ്സ് വരുമ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ ആദ്യം ഇതുവഴി കംപ്രസർ എയർ കടത്തി വിട്ടിട്ടാണ് ഇപ്പോൾ പിസ്റ്റനെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇവിടെ കുറച്ച് എയർ പാർട്ടിക്കിൾസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പോർട്ട് വഴി കംപ്രസ്ഡ് എയർ കയറും. കംപ്രസ്ഡ് എയർ കയറി കഴിഞ്ഞാൽ ഈ സൈഡിനേക്കാൾ ഫോഴ്സ് ഈ സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ഈ സൈഡിനേക്കാൾ പ്രഷർ ഈ സൈഡിലായിരിക്കും. അപ്പോൾ പ്രഷർ ഡിഫറൻസ് മുഖാന്തരം എന്ത് ചെയ്യും? പിസ്റ്റൺ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ട്രാപ്ഡായി കിടക്കുന്ന എയർ പാർട്ടിക്കിൾസ് ഈ പോർട്ട് വഴി പുറത്തേക്ക് പോകും. അപ്പോൾ പിസ്റ്റൻ്റെ രണ്ട് സൈഡിലും എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ബോത്ത് സൈഡിലും കംപ്രസ്ഡ് എയർ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും കംപ്രസ്ഡ് എയർ ആക്ട് ചെയ്തിട്ട് മൂവ്മെൻറ്റ് നടത്താൻ, അല്ലെങ്കിൽ ആക്ച്വേറ്ററിൻ്റെ സഹായത്തോടു കൂടി ലീനിയർ മോഷൻ നടത്താൻ നമുക്ക് സാധ്യമാണ്. ഇവിടെ ശരിക്കും ഡബിൾ ആക്ടിങ് സിലിണ്ടറൊക്കെ ഹൈ ലോഡ് ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഡബിൾ ആക്ടിങ് സിലിണ്ടർ നമ്മൾ മനസ്സിലാക്കി. ഇനി മൂന്നാമത്തെ സിലിണ്ടറാണ് ടാൻഡം സിലിണ്ടർ. ടാൻഡം സിലിണ്ടർ പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്, മനസ്സിലാക്കി തരാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്. ഓക്കെ, ഇതിലൊരു പിസ്റ്റൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് റോഡാണ്. നമുക്ക് ഇതിപ്പോൾ ഈ സിലിണ്ടർ നിൽക്കുന്ന ഈ സ്ഥലം ഞാൻ ഒന്നുകൂടി കൃത്യമായിട്ട് വരച്ച് മനസ്സിലാക്കി തരാം. അപ്പോൾ ഇവിടെ ഞാനൊരു പിസ്റ്റൺ സിലിണ്ടർ വരയ്ക്കുകയാണ്. ഇതൊരു സിലിണ്ടറാണ്, ഇതൊരു പിസ്റ്റണാണ്. ഓക്കെ, കംപ്രസർ എയർ കൊടുക്കുമ്പോൾ ഇവിടെ കംപ്രസർ എയർ കൊടുത്തു കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. ഇനി ചോദ്യം, ഇവിടെ കുറച്ച് സ്പേസ് ഉള്ളൂ അല്ലേ? ഈ സ്പേസിൽ തന്നെ, ഈ സ്പേസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കൂടുതൽ ഫോഴ്സ് വേണം. അപ്പോൾ ഈ ഒരു സിലിണ്ടർ ഉണ്ടാക്കുന്ന ഫോഴ്സ് 100 ന്യൂട്ടൺ വിചാരിച്ചോ. എനിക്ക് 200 ന്യൂട്ടൺ ഫോഴ്സ് വേണം ഒരു സിലിണ്ടർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ 200 ന്യൂട്ടൺ ഫോഴ്സ് പറഞ്ഞാൽ എന്ത് ചെയ്യണം? സിലിണ്ടറിൻ്റെ വലിപ്പം കൂട്ടണം അല്ലേ? പിസ്റ്റൻ്റെ വലിപ്പം കൂട്ടണം. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ സ്പേസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ സ്പേസ് ഇല്ല, ഞാൻ എന്താ ചെയ്യുക? സിലിണ്ടറിൻ്റെ നീളം കൂട്ടും, അതിൻ്റെ തിക്നെസ് കൂട്ടാതെ. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഒരു പിസ്റ്റൺ കൊടുക്കും, ഇവിടെയും ഒരു പിസ്റ്റൺ കൊടുക്കും. ഇത് പരസ്പരം കണക്ട് ചെയ്യും. അപ്പോൾ എന്തായി? ഈ സെയിം ഈ സിലിണ്ടറിൻ്റെ വിഡ്ത്ത് സെയിം ആണ്, പക്ഷെ ലെങ്ത് എന്ത് ചെയ്തു? ഒന്ന് കൂട്ടി. ലെങ്ത് കൂട്ടിയപ്പോൾ വെച്ചാൽ എന്താ? എനിക്ക് 2 പിസ്റ്റൺ അതിൽ കൊണ്ടുവരാൻ സാധിച്ചു. 2 പിസ്റ്റൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് കിട്ടുന്ന ഫോഴ്സും ഡബിൾ ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് ഒരേ സ്പേസിൽ തന്നെ സിലിണ്ടറിൻ്റെ ലെങ്ത് കൂട്ടിയിട്ട് കൂടുതൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ടാൻഡം സിലിണ്ടറിൻ്റെ ഒരു സഹായം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണുന്നത്. നോക്ക്, ഇതൊരു സിലിണ്ടറാണ്, ഇതൊരു സിലിണ്ടറാണ്. ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഇത് പരസ്പരം കണക്റ്റഡ് ആണ്. ഈ കണക്റ്റിംഗ് റോഡ് രണ്ടാമത്തെ കണക്റ്റിംഗ് റോഡുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ കണക്റ്റിംഗ് റോഡിന് എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റ് ഇവിടെ എത്തും. ഇനി ചെയ്യുന്ന പരിപാടി, ഇവിടെ ഒരു പോർട്ടുണ്ട്, ഇവിടെ ഒരു പോർട്ടുണ്ട്, ഇവിടെ ഒരു പോർട്ടുണ്ട്, ഇവിടെ ഒരു പോർട്ടുണ്ട്. അതായത് ഇതൊരു ഡബിൾ ആക്ടിങ് കൂടെയാണ്. ഈ സൈഡിലും ആക്ട് ചെയ്യും, ഈ സൈഡിലും ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പോർട്ടിലൂടെ കംപ്രസർ എയർ കയറുകയാണ്. കംപ്രസർ എയർ കയറി കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് അതുമ്മേ ജനറേറ്റ് ചെയ്യും, പിസ്റ്റൺമേ ജനറേറ്റ് ചെയ്യും. പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും.
ഇതിലൂടെ കംപ്രസ്ഡ് എയർ കയറുന്ന സമയത്ത് തന്നെ ഇതുവഴിയും ഈ പോർട്ട് വഴിയും കംപ്രസ്ഡ് എയർ രണ്ടാമത്തെ സിലിണ്ടറിൽ കയറും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഫോഴ്സ് ഉണ്ട്, ഇവിടുന്ന് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും കൂടെ ആയിരിക്കും എവിടെ കിട്ടുക, ഈ ഔട്ടിൽ കിട്ടുക. ഓക്കെ, ഇനി ഇത് ഡബിൾ ആക്ടിങ് എന്ന് പറഞ്ഞു. ഡബിൾ ആക്ടിങ് പറഞ്ഞാൽ എന്താ, ഇതിപ്പോൾ ഈ പിസ്റ്റൺ ഇവിടെ നിന്ന് ഇവിടെ എത്തിയെന്ന് വിചാരിച്ചോ, ഇനി തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പോർട്ടിലൂടെ എയർ കയറും, ഈ പോർട്ടിലൂടെ എയർ കയറുമ്പോൾ ഈ പോർട്ടിലൂടെ എയർ കയറും, തിരിച്ച് പിസ്റ്റൺ പഴയ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇതിൽ ഡബിൾ ആക്ടിങ് എന്നുള്ളതല്ല മനസ്സിലാക്കേണ്ടത്. ടാൻഡം സിലിണ്ടറിൻ്റെ പ്രത്യേകത, നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഇതേ വലുപ്പത്തിൽ ഒരു സിലിണ്ടർ വരച്ചു അല്ലേ. ഒറ്റ പിസ്റ്റണുള്ളെങ്കിൽ കിട്ടുന്ന ഫോഴ്സിനേക്കാൾ ഡബിൾ ആയിരിക്കും ഈ സമയത്ത് അല്ലേ. സാധാരണഗതിയിൽ നമുക്ക് ഫോഴ്സ് കൂട്ടണം എന്നുണ്ടെങ്കിൽ സിലിണ്ടറിൻ്റെ വലുപ്പം കൂട്ടണം അല്ലേ, വലുപ്പം കൂട്ടണം. ഇങ്ങനെ വലുപ്പം കൂട്ടാൻ പാടില്ല, എന്നാൽ കൂടുതൽ ഫോഴ്സും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഒന്നിലധികം പിസ്റ്റനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക മീൻസ് ഇതേപോലെ കണക്ട് ചെയ്യുക. ഇതേപോലെ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫോഴ്സ് എന്ത് ചെയ്യും, നമുക്ക് കൂടുതലാക്കാൻ സാധ്യമാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഡബിൾ ആക്ടിങ് സിലിണ്ടർ തന്നെയാണ്, പക്ഷേ ഈ രണ്ട് ഡബിൾ ആക്ടിങ് സിലിണ്ടറിനെ ഒരു യൂണിറ്റാക്കി മാറ്റുക. സീരീസ് ആയിട്ട് കണക്ഷൻ നടത്തുക. ഓക്കെ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാൻഡം സിലിണ്ടറായി. ടാൻഡം സിലിണ്ടറിൻ്റെ ഒരു ഉപയോഗവും അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ഡ്യൂപ്ലെക്സ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിലിണ്ടറാണ് ഡ്യൂപ്ലെക്സ് സിലിണ്ടർ. ഈ ഡ്യൂപ്ലെക്സ് സിലിണ്ടർ കാണുമ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ വിചാരിക്കും, അതായത് ടാൻഡം സിലിണ്ടറിൻ്റെ പോലെ തന്നെയെന്ന് വിചാരിക്കും. അതെ, ഇതൊരു ടാൻഡം സിലിണ്ടറിൻ്റെ അതേപോലെ തന്നെ ഒരു സിലിണ്ടർ തന്നെയാണ്. പക്ഷേ ഉള്ളൊരു പ്രത്യേകത, ഇവിടെ ഈ ഫസ്റ്റ് പ്രൈമറി പിസ്റ്റൻ്റെ കണക്റ്റിംഗ് റോഡ് സെക്കൻഡറി പിസ്റ്റനുമായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ട്, റിജിഡായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അങ്ങനെ നേരിട്ട് കണക്ഷൻ ഇല്ല. പക്ഷേ അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഒക്കെ സെയിം ആണ്, ഇതിൽ മാറ്റമൊന്നുമില്ല. ഇനി ഇവിടെ ഒരു പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കാം, ഈ പോർട്ടിലൂടെ എയർ കയറും. എയർ കയറി കഴിഞ്ഞാൽ ഈ പിസ്റ്റനെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യും, ഈ പിസ്റ്റനെ മാത്രം. അപ്പോൾ ഇതിൻ്റെ ഈ പിസ്റ്റനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ റോഡ് ഈ പിസ്റ്റനുമ്പോൾ ഒന്ന് കണക്റ്റ് ആവും, ഈ പിസ്റ്റൻ എന്ത് ചെയ്യും, ഒന്നാണ് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്തതിന് ശേഷം, അതായത് ഈ പിസ്റ്റൻ മൂവ് ചെയ്ത് ഇതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ ഈ പിസ്റ്റൻ ഇവിടെ എത്തിയിട്ടുണ്ടാവും, ഇതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുവഴി എയർ കടത്തിവിടും. അപ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്യും, ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ കൂടെ ഈ എയർ സിലിണ്ടേഴ്സിൻ്റെ വർക്കിംഗ് കാണിക്കുന്ന ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആ ലിങ്കും കൂടെ കണ്ടിട്ട് ഇതിൻ്റെ ലോജിക്ക്, ഇതിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ, ഈ എയർ സിലിണ്ടേഴ്സ് ചോദിക്കാറുണ്ട്, അപ്പോൾ അത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾ ന്യൂമാറ്റിക് സിസ്റ്റത്തിലെ കമ്പോണൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ തന്നെ എയർ സിലിണ്ടേഴ്സും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നാലാമത്തെ മൊഡ്യൂളിലൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അതായത് ലോജിക്ക് മാത്രം ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ എഴുതാനും അത് പറഞ്ഞു കൊടുക്കാനും പഠിക്കാനും ഒക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾ പറ്റുകയാണെങ്കിൽ യൂട്യൂബിലൊക്കെ എയർ സിലിണ്ടേഴ്സ് എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിൻ്റെ ആ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള പിക്ചർ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ എയർ സിലിണ്ടേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എയർ സിലിണ്ടേഴ്സൊക്കെ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഡോർ എന്ന് എഴുതി വെക്കാറുണ്ട് അല്ലേ. സ്റ്റെപ്പിൽ നിൽക്കരുത്, ഓട്ടോമാറ്റിക് ഡോറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പല ബസ്സുകളിലും കാണാറുണ്ട്. അത് ആ ഡോർ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ഒന്നുകിൽ ഡ്രൈവർ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരാൾ ഒരു വാൾവിൻ്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും. സാധാ ഡോറിൻ്റെ ഒരു ഓപ്പറേഷൻ അല്ല. അപ്പോൾ ആ ഡോറൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ ഡോറിലേക്ക് ഇതേപോലെ ഒരു റോഡ് വന്ന് നിൽക്കുന്നുണ്ടാവും അല്ലേ. അതൊരു ഡബിൾ ആക്ടിങ് സിലിണ്ടറാണ് അവിടെ ഉള്ളത്. ഇതേപോലെ ഒരു റോഡ് വന്ന് നിൽക്കുന്നുണ്ടാവും. ഒറ്റ റോഡേ ഉണ്ടാവുള്ളൂ, രണ്ട് റോഡ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു റോഡുള്ളതെന്ന് വിചാരിച്ചു, ഈ റോഡിൻ്റെ ഈ തലക്ക് ഡോറുണ്ടാവും. ഈ പിസ്റ്റൺ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ റോഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യും, റിട്ടേൺ സ്ട്രോക്കാണ്, ഉള്ളിലേക്ക് വലിയുന്ന സമയത്ത് ഇവിടെ ഡോറ് ക്ലോസ്ഡ് ആവും, ഡോർ ഓപ്പൺ ആവും അല്ലേ, ഡോറിൻ്റെ ചുരുങ്ങി കഴിയാം. ഇനി ഈ പിസ്റ്റൻ്റെ ഇവിടുന്ന്, അതായത് ഈ സൈഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് മൂവ് ചെയ്യണമെങ്കിൽ ഈ റോഡ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഡോറ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ക്ലോസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഡോറിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ റോഡും കാണാം, ഇതേപോലെ ഒരു സിലിണ്ടറും നിങ്ങൾക്ക് കാണാം. സിലിണ്ടർ ഉൾഭാഗം കാണാൻ കഴിയില്ല, ഒരു സിലിണ്ടർ പൊതിഞ്ഞ് നിൽക്കുന്ന ലെങ്തി ആയിട്ടുള്ള ഒരു ഭാഗം കാണാം, അത് സിലിണ്ടറാണ്.
അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കംപ്രസ്ഡ് എയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ ഡബിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് നമ്മളവിടെ ഡോർ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഒരു എയർ സിലിണ്ടേഴ്സ് എന്നുള്ള ഒരു ആക്ച്വേറ്ററാണ്. ആ ഡോറ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഈ ആക്ച്വേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ബസ്സിൽ ഡോർ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ച പ്രവർത്തനം, വർക്കിംഗ്. അങ്ങനെ പല തരത്തിൽ നമുക്ക് പല വർക്കിങ്ങും ഉണ്ടാവും. അതൊക്കെ നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എയർ സിലിണ്ടേഴ്സിൻ്റെ ഒരു വൈഡ് അപ്ലിക്കേഷൻസ് ആക്ച്വലി ഹൈഡ്രോളിക്സിലും ന്യൂമാറ്റിക്സിലും നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ എയർ സിലിണ്ടേഴ്സിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കുക, മാർക്ക് വേണ്ടി നേടാൻ വേണ്ടി പഠിക്കുക എന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. മറക്കണ്ട, ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആനിമേറ്റഡ് വീഡിയോയുടെ ലിങ്ക് ഉണ്ട്, അത് ഷെയർ ചെയ്യുന്നുണ്ട്, കാണാൻ മറക്കരുത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.